എന്നതാടി പിള്ളേർക്ക് പണിയൊന്നും ഇല്ല അകത്ത്? ജോർജ് കുട്ടി, പരീക്ഷയൊക്കെ എങ്ങനെ എഴുതടാ? കുഴപ്പമില്ല. നീ അവനോട് പറഞ്ഞോ? ഇല്ല. നിനക്ക് ആ ചാണ്ടി അറിയാൻ മേലെ? ആ റാഹേലിന്റെ മകൻ അവൻ ഇപ്പൊ വലിയ കല്യാണ ബ്രോക്കറാ. അവൻ കൊണ്ടുവന്നൊരു ആലോചനയാ. കുറച്ച് തെക്കോട്ട് പോണം. ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചെന്ന് പറയും. പഴയ തറവാടിയാ. കയ്യിലുള്ള കാശിനും സ്വത്തിനും കണക്കില്ല. ഒരേ ഒരു മോള. എഞ്ചിനീയർ തന്നെ വേണമെന്നൊരു ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന്? അപ്പച്ചാ, ഞാനൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതെ, എന്നായാലും അങ്ങനെയൊന്നും വേണമല്ലോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിള്ളേരാണെങ്കിൽ പ്രായമായി. എല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ. ഉവ്വ, എന്നാലും അതിനും സമയം കുറെ കഴിയണമല്ലോ. അവര് 3 രൂപ കാഷായിട്ട് തരുമെന്നാ ചാണ്ടി പറഞ്ഞു. അല്ല അപ്പച്ചാ, അതെ ഞാൻ പറയട്ടെ, ആ കാശ് കിട്ടിക്കഴിഞ്ഞാ നമ്പ്യാരുടെ അടക്കം കൊടുക്കാനുള്ള കുറെ കടങ്ങൾ വീട്ടാം. പിന്നെ ചുരുക്കത്തിലാണെങ്കിലും ഒരുത്തിയുടെങ്കിലും കെട്ടി നടത്താം. അതും ചാണ്ടിയായിട്ടിരിക്കുക. നിന്റെ ഒരു സമ്മതം കിട്ടിയാ ബാക്കിയെല്ലാം പെട്ടെന്ന് തീർക്കണം. ഈ വരുന്ന 26-ാം തീയതി തന്നെ നടത്തണം എന്നാ അവര് പറയുന്നത്. അല്ല, നീയൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയാ? ഒരു ഗതിയില്ലാത്തോണ്ട്. അല്ലെങ്കിൽ എന്റെ മോനോട് അപ്പച്ചനെല്ലാം പറയേണ്ടി വരുമായിരുന്നു. എല്ലാ ചാണ്ടിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താ. അല്ല, ഇപ്പൊ അവനും ബ്രോക്കർ കാശ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. അതിനുവേണ്ടി അവൻ എന്തോ ചിലത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ നമ്മൾ ഇച്ചിരി നല്ല നില തന്നെ കഴിയുന്നെന്ന്. ഓഹോ, കള്ളം പറഞ്ഞിരിക്കാണല്ലേ? കള്ളെന്ന് പറയുന്നത് എന്തിനാ? നമ്മളും അങ്ങനെ കഴിഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ ഇച്ചിരി ക്ഷീണമുണ്ടെന്നുള്ള ശരിയാ. മനസ്സിലായി. ഞാൻ ഊഹിച്ചത് ശരി തന്നെ. ഇത്രയും രൂപ ശ്രീധരൻ തന്ന് കടക്കാരുടെ ജപ്തി നോട്ടീസും കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ അയക്കാൻ തയ്യാറായെങ്കിൽ അത് സത്യം അറിയാത്തോണ്ടായിരിക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലായി. അപ്പച്ചനത് എന്ത് പറ്റി? ഏതോ ഒരു ബ്രോക്കറുടെ ഉപദേശം കേട്ട് എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ഒന്നും കാണാതെ ഒന്നും അല്ല ഞാൻ ഒരു തീരുമാനം എടുത്തത്. എന്ത് കണ്ടുന്നാ? അപ്പച്ചൻ തൽക്കാലത്ത് രക്ഷയെ നോക്കുന്നുള്ളൂ. നാളെ എന്താ വാസ്തവം എന്നുള്ള അവരറിയാതിരിക്കോ? അറിഞ്ഞ എന്താ ഉണ്ടാവുന്നുള്ള അപ്പച്ചൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇച്ചിരി അറ്റകുറ്റപ്പണികളൊക്കെ തീർത്താല് ഒരു പെണ്ണിന് കയറി വരാനുള്ള അന്തസ്സൊക്കെ ഈ വീടിനുണ്ട്. അതുവരെയുള്ള കാര്യങ്ങൾ ചാണ്ടി നോക്കിക്കോളും. എന്ത് പറഞ്ഞാലും ഒരു ചാണ്ടി. ആപത്ത് കാലത്ത് രക്ഷപ്പെടുത്താൻ ഒരു പുണ്യാളൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. വേണ്ടടാ, നിന്നോട് ചോദിക്കാതെയും പറയാ ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ കിടന്ന് ചാടുന്നേ? ഈ കുടുംബം രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ വേണ്ട. അപ്പച്ചൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കേൾക്കാം. നമ്മുടെ കടം വീട്ടാനും എന്റെ പെങ്ങളെ ഇറക്കി വിടാനും എനിക്ക് കിട്ടുന്ന സ്ത്രീധനം ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഏത് പെണ്ണിനെ വേണേലും കെട്ടിക്കോളാം. എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കുക പോലുമില്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരും പറഞ്ഞു പറ്റിച്ച് ഇതുപോലത്തെ ഒരു പോക്കരിത്തരം കാണിക്കണം എന്നെ കിട്ടത്തില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ. നീ ഒരു എഞ്ചിനീയർ ആകാൻ പോണ ആളല്ലേ. നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡ് നോക്കണമല്ലോ. നിന്റെ അപ്പൻ ടയറിന്റെ പണിക്കാരനായിരിക്കും. നിന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡ് കുറവുകൊണ്ടാണ്. മോനെ, എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതിന്റെ ഇരട്ടി ദുരിതം അപ്പച്ചൻ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അത് നീ മറക്കണ്ട. ഇത് എന്നായിരിപ്പാ? റെഡി ആയില്ലയോ? ഞാൻ റേഷൻ കട മാത്യൂസിന്റെ കാറ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുവാ. ഡീസൽ ഓടിച്ച് ഡ്രൈവർ ഇപ്പൊ ഇങ്ങെത്തും. അത് ശരിയാകുമല്ല. എന്റെ ഈശോയെ, എന്നാ പറ്റി? ജോർജ് കുട്ടി എന്തിയേ? വന്നില്ലയോ? അതാ പറഞ്ഞത് ശരിയാകുമല്ലെന്ന്. അവൻ ഇഷ്ടമല്ല. ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ അവൻ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. അതല്ലടോ. ആ,
നേർവഴി അല്ലാത്തൊരു ഏർപ്പാടിന് അവൻ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഇത് എന്നതാ ഔസേപ്പേട്ടാ? നേർവഴിക്കല്ലാതെ ഇന്നടത്തൊരു പെണ്ണുണ്ട്, നീ ഇങ്ങ് അടിച്ചോണ്ട് പോരെ നമ്മളാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, പറഞ്ഞോ നടത്തിയേ? അതല്ല, ആ. ഇക്കാര്യത്തിൽ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നതല്ലേ നല്ലത്. അത് പെണ്ണിന്റെ കാര്യത്തിൽ അവൻ അഭിപ്രായം പറഞ്ഞാൽ മതി. ഇത് നമ്മൾ കാർന്നോമാരൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാ. അല്ല, അവൻ പറയുന്നത് ആ. നമ്മൾ ഈ ഇല്ലാത്ത പെരുമ പറഞ്ഞ് ഇതങ്ങ് നടത്തിയാല് നാളെ അവര് കാര്യങ്ങൾ അറിയുമ്പോ. ഔസേപ്പേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ, എന്തായിരുന്നാലും അതിന്റെ കൊസറാക്കുള്ള മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു. ആ പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ഒരു ജോലി അവന് നാളെ കിട്ടും. അവരത് നോക്കിയാൽ മതി. ജോർജ് കുട്ടിയെ കണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അല്ല അത് ഇനി എന്തോന്നരാ അത്? ജോർജ് കുട്ടി ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? വേഗം ഒന്ന് റെഡി ആയിക്കേ. പറഞ്ഞ സമയത്തിനോടെ ചെന്നില്ലെങ്കിലേ അങ്ങനെ ഒരു വെപ്രാളം കാട്ടും. ആര്? ആ ഇട്ടിച്ചനെ. ആരാ? വൈലിയാന്നേ, അതെല്ലാം അച്യുനായരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ വരുന്നു. ഏലമ്മോ, ദാ വരുന്നേ. മറിയേ, മറിയേ, ദീനാമേ കഞ്ഞി എടുത്ത് വെച്ചില്ലേ? കുളി കഴിഞ്ഞേച്ച് മേലെ വിളി തുടങ്ങി. മേശപ്പുറത്ത് കഞ്ഞി കണ്ടില്ലെങ്കിൽ ഇനി അത് മതി കാലത്തെ ലഹളയ്ക്ക്. ദാ ഇതും കൂടെ അങ്ങോട്ടൊന്ന് വെച്ചേക്ക്. ചേർത്തിയ പിള്ളേരൊന്ന് പറഞ്ഞു വിടണേ. ആ, ആഹാ, നീ ഇതായിട്ടിരിക്കുക. ദേ കഴിഞ്ഞു ചേട്ടത്തി, കഞ്ഞി ചരുവത്തി 6 വെച്ചിട്ടാ ഞാനിങ്ങി പോന്നേ. ഒന്ന് വേഗം ആവട്ടെന്നേ. അവരൊരു 11 മണി ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാ പറഞ്ഞേക്കുന്നേ. ആലീസ് എന്തിയേ? മേലിലുണ്ടായിരുന്നല്ലോ. ഇതെന്നതാ പിള്ളേരെ കാഴ്ച കാണാനിരിക്കുന്നേ? നിങ്ങൾക്കിന്ന് സ്കൂളിലൊന്നും പോകണ്ടായോ? ദേ നിങ്ങളുടെ അമ്മച്ചി വിളിക്കുന്നു. ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല. എനിക്ക് ആലിസേച്ച കെട്ടാൻ പോണ ആളെ കാണണം. നീ കൊള്ളാവല്ലോടി. അതിനിന്ന് കെട്ടാൻ പോകുന്ന ചെറുക്കം വരുന്നില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോകാതിരുന്നാലേ ആലീസ് ചേച്ചിക്ക് പകരം നിന്നെ അവൻ പിടിച്ച് കെട്ടിക്ക. അയ്യേ കുഞ്ഞമ്മ. വാ വാ, എണീറ്റ് വാ. ഈ ഉമ്മറത്തിരുന്ന് ഞാൻ ഒഴിച്ചെന്ന കള്ളും മോന്തി ഏലമ്മ വിളമ്പിത്തന്നത് മൂക്കറ്റം നക്കി ഏമ്പക്കവും വിട്ട് പോകുമ്പോ താൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. പുതുപ്പള്ളിയിലെ ആ എഞ്ചിനീയറൊക്കെ എന്റെ കുടുംബക്കാരുമായിട്ട് അടുത്ത ദിവസം ഇങ്ങ് എത്താമെന്ന്. എന്നിട്ട് 4 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോ താൻ ആ ചെറ്റ കുഞ്ഞുമായുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഇത് നിട്ടിയുടെ ഭാഷയില് തന്തയ്ക്ക് പറക്കാരി എന്ന് പറയും. മുതലാളി, എന്റെ തൊഴിലാണ് സത്യം. മനസാ വാച ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവര് 2 പാർട്ടിക്കാരും കൂടി അത്. വേണ്ട, കേക്കണ്ട. ചീരങ്കണ്ടത്തിലെ ഇട്ടിയോട് പിടിക്കാൻ തന്റെ കുഞ്ഞുമാണിയും ചത്തുപോയ എന്റെ അപ്പൻ തോമ്മിക്കുട്ടിയും കുറെ നോക്കിയതാ. ഒടുവിൽ എന്ത് പറ്റി? കുഞ്ഞുമായുടെ വലത്തെ കൈ ചന്തമുക്കിൽ അറ്റു വീണു. അറിയോ എനിക്ക്? ചെല്ലി എന്നോട് പറഞ്ഞേര്. അവന്റെ മകളുടെ കല്യാണം നടക്കുന്ന അതേ 26-ന് തന്നെ എന്റെ മോടെ കാര്യത്തിലും താലി കയറുവന്നു. ചെറുക്കൻ എഞ്ചിനീയർ തന്നെയാ. സ്വത്തിലും തറവാട്ട് മഹിമയിലും തന്റെ പുതുപ്പള്ളിക്കാരന്റെ മോള് നിൽക്കും. പാറച്ചാണ്ടി കൊണ്ടുവന്ന ആലോചനയാ. അയാൾ തന്റെ കൂട്ടേ ഊച്ചാളി ബ്രോക്കറൊന്നുമല്ല. എഴുന്നേറ്റ്. പറട്ടനായരെ, കർത്താവ് തമ്പുരാന്റെ കീഴിൽ ഒരു പുല്ലന്റെ മോൻ വിചാരിച്ചാലും ഈ ഇട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോ പോടാറങ്ങി. വണ്ടി അടിച്ചു. റോഡ് അരികെ കൂടെ നടന്നു വരുമ്പോ ഒരു ലോറിയെ വന്നിടിച്ചത്. ഈ ആഴ്ചയിലെ ഷൈനായിട്ടുള്ള കെട്ട്. മിന്നും പുടവയും വാങ്ങി പട്ടണത്തിൽ നിന്ന് വരുന്ന വഴിക്കാ. ആ മാത്തച്ഛൻ ജയിച്ചതായിരിക്കും ഉറപ്പാ. മഹാപാപി. എവിടെ നോക്കട്ടെ. പണം ഇല്ലാന്നല്ലേ ഉള്ളൂ.